സംസ്കൃതിയുടെ UGC നെറ്റ് ജനറൽ പേപ്പർ ലൈവ് PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ ലോജിക്കൽ റീസണിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ലോജിക്കൽ റീസണിങ്ങില് നമ്മളുടെ വെസ്റ്റേൺ ലോജിക്ക് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറെ ഡിസ്കസ് ചെയ്തു. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇന്ത്യൻ ലോജിക്കില് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇന്ത്യൻ ലോജിക്കിനെ സംബന്ധിച്ച് ഓരോ വർഷവും പുതിയ പുതിയ ഏരിയാസ് UGC എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് പാറ്റേൺ എന്താണോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എക്സാമിന് ചെയ്യാൻ പറ്റുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ ഏരിയാസ് ഒന്നും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ ഏരിയാസ് NDA ആവർത്തിച്ച് ചോദിക്കുന്ന ഇന്ത്യൻ ലോജിക്കിന്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്. നമ്മൾ അതിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വളരെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ന്യായ സിലോജിസവും അരിസ്റ്റോട്ടിയൻ സിലോജിസവും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് ആർഗ്യുമെന്റ് ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ന്യായ സിലോജിസം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിയൻ സിലോജിസം നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ്, ന്യായ സിലോജിസത്തിന്റെ ഫീച്ചേഴ്സും അരിസ്റ്റോട്ടേലിയൻ സിലോജിസത്തിന്റെ ഫീച്ചേഴ്സും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം നമ്മൾ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ന്യായ സിലോജിസം ഹാസ് 3 propositions and 5 terms ആൻഡ് ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അരിസ്റ്റോട്ടോളിയൻ സിലോജിസത്തിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഹാസ് 3 proposition ആൻഡ് 3 terms. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലായാൽ മാത്രമേ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ന്യായ സിലോജിസം അനുസരിച്ച് നമുക്കറിയാം 5 പ്രൊപ്പോസിഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് അതൊക്കെ? പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. അതായത് നമ്മളുടെ ന്യായ സിലോജിസത്തിന്റെ 5 അവയവാസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പഞ്ചവാവയവങ്ങൾ എന്നറിയപ്പെടുന്നതാണ് പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഓക്കെ, ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഏത് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, ഹേതു എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ആ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റീസണെയാണ് അല്ലെങ്കിൽ കാരണത്തിനെയാണ് നമ്മൾ ഹേതു എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറയുമ്പോഴോ നമ്മളുടെ ആ ഒരു പ്രൊപ്പോസിഷനും ആ ഒരു റീസണും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന്റെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ഉദാഹരണം, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നമുക്ക് തന്നെ ഇലിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഉദാഹരണം എന്ന് പറയുന്നത്. ഉപനയ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആപ്ലിക്കേഷനെയാണ് ഉപനയ എന്ന് പറയുന്നത്. നിഗമനം എന്ന് പറയുന്നതോ നമ്മളുടെ പ്രതിജ്ഞയിൽ നമ്മൾ എന്താണോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അതിനെ തന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൺക്ലൂഷൻ ഓർ ഇൻഫറൻസിൽ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതിനെയാണ് നിഗമനം എന്ന് പറയുന്നത്. സോ ന്യായ സിലോജിസം അനുസരിച്ച് അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 5 പ്രൊപ്പോസിഷൻസ് ആണ്. ഇനി ന്യായ സിലോജിസത്തിൽ എത്ര ടേംസ് ഉണ്ട്? ന്യായ സിലോജിസത്തിൽ 3 ടേംസ് ആണുള്ളത്. നമുക്കറിയാം കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് അനുസരിച്ച് 3 പ്രിമൈസ് ഉണ്ടെന്ന് നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ പഠിച്ചു. അതിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം. മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷനിൽ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. കൺക്ലൂഷനിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. ആൻഡ് മിഡിൽ ടേം എന്താണ്? നമ്മളുടെ മേജർ പ്രൊമൈസിലും മൈനർ പ്രൊമൈസിലും പ്രസന്റ് ആയിരിക്കുന്ന ടേം ആയിരിക്കും മിഡിൽ ടേം. മിഡിൽ ടേം കൺക്ലൂഷനിൽ വരുമോ? കൺക്ലൂഷനിൽ വരില്ല മിഡിൽ ടേം. ഓക്കെ, അത് നമ്മൾ അരിസ്റ്റോട്ടോളിയൻ സിലോജിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അരിസ്റ്റോട്ടോളിയൻ സിലോജിസത്തില് 3 ടേംസ് ആണുള്ളത്. സെയിം തന്നെയാണ്, മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം. പക്ഷെ അതിന്റെ ടേംസ് വേറെയാണ് വരുന്നത്. മേജർ ടേമിന് നമ്മൾ സാധ്യ എന്ന് പറയുന്നു, മിഡിൽ ടേമിനെ ഹേതു എന്ന് പറയും, മൈനർ ടേമിനെ പക്ഷ എന്ന് പറയും. ഓക്കെ, നമ്മൾ ന്യായ സിലോജിസത്തിൽ 5 പ്രൊമൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, 5 പ്രൊപ്പോസിഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ ആൻഡ് നിഗമന. പക്ഷെ അരിസ്റ്റോട്ടോളിയൻ സിലോജിസത്തിലാണ് നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ പഠിച്ച മേജർ പ്രൊമൈസ്, മൈനർ പ്രൊമൈസ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ,
അത് നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ ഒരുപാട് കണ്ടതാണ് 3 പ്രൊപ്പോസിഷൻസ്. പക്ഷെ ഏത് സിലോജിസം അനുസരിച്ചാണെന്നുള്ളത് അന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അത് അരിസ്റ്റോട്ടോളിയൻ സിലോജിസം അനുസരിച്ചിട്ടാണ് മേജർ പ്രൊമൈസ്, മൈനർ പ്രൊമൈസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന 3 പ്രൊപ്പോസിഷൻസ് വരുന്നത്. ഇതിനെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്നും നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആൻസർ ഒന്ന് പറയാമോ? ഓപ്ഷൻ എ. എല്ലാവരും വായിച്ചു നോക്കണേ. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം നന്നായിട്ട് വായിച്ചു നോക്കുക. അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിവിഷനിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ന്യായ സിലോജിസത്തില് 5 പ്രൊപ്പോസിഷൻസ് ആണ് ആൻഡ് 5 പ്രൊപ്പോസിഷൻസ് ആണ്, 3 ടേംസ് ആണ്. ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട്. ന്യായ സിലോജിസം ഹാസ് 5 പ്രൊപ്പോസിഷൻസ് ആൻഡ് 3 ടേംസ്. ന്യായ സിലോജിസത്തിൽ എന്താണുള്ളത്? 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്, 3 ടേംസ് ആണുള്ളത്. അരിസ്റ്റോട്ടോളിയൻ സിലോജിസത്തിൽ 3 പ്രൊപ്പോസിഷൻസ് ആൻഡ് 3 ടേംസ് ആണ് വരുന്നത്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. Which among the following is not a value as propounded by the Indian traditional concept of Purushartha? ഓക്കെ, അതായത് ഇന്ത്യൻ ട്രഡീഷണൽ നോളജിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പുരുഷാർത്ഥ. എന്താണ് പുരുഷാർത്ഥ എന്ന് നോക്കാം. നമ്മുടെ ഹിന്ദുയിസം അനുസരിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു ടേം ആണ്, ഒരു കോൺസെപ്റ്റ് ആണ് പുരുഷാർത്ഥ എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റെഫറിങ് ടു ദി 4 അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ഒരു ഹ്യൂമൻ ലൈഫിന്റെ 4 അൾട്ടിമേറ്റ് ഗോൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ടേം ഈസ് ഡെറൈവ്ഡ് ഫ്രം 2 സംസ്കൃത റൂട്ട്സ്. പുരുഷ മീനിങ് ഹ്യൂമൻ ബീയിങ്, അർത്ഥ മീനിങ് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അവരുടെ അൾട്ടിമേറ്റ് ഗോൾസ് ഓരോന്നായിരിക്കും. പക്ഷെ പുരുഷാർത്ഥ പറയുന്നത് അൾട്ടിമേറ്റ്ലി ആ ഗോൾസിനെ നമുക്ക് 4 കാറ്റഗറീസിൽ കൊണ്ടുവരാൻ പറ്റും. അത് ലോവസ്റ്റ് ടു ഹയസ്റ്റ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആർത്ത, then second one is kama, and third one is dharma, and fourth one is moksha. ഇത് കറക്റ്റ് ഓർഡറിലാണ് പഠിക്കേണ്ടത്, ലോവസ്റ്റ് ടു ഹയസ്റ്റ്. ഓക്കെ, ആർത്ത എന്ന് പറയുന്നത് എന്താണ്? പ്രോസ്പെരിറ്റി, മണി, ഇക്കണോമിക് വാല്യൂ. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി ബട്ട് ദ ലോവസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർത്ത എന്നാണ് പുരുഷാർത്ഥ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് കാമ, അതായത് നമ്മളുടെ സെൻഷ്വൽ ആയിട്ടുള്ള പ്ലഷേഴ്സിനെയാണ് കാമ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ധർമ്മ എന്താണ്? റൈറ്റീജിയസ് ആൻഡ് മൊറാലിറ്റി, ജസ്റ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ധർമ്മ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദ ഹയസ്റ്റ് അൾട്ടിമേറ്റ് ഗോൾ ആണ് മോക്ഷ, ദാറ്റ് ഈസ് ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് റെയിൻകാർണേഷൻ. അതായത് നമ്മളുടെ എല്ലാത്തിലും നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിനെയാണ് മോക്ഷ എന്ന് പറയുന്നത്. നമുക്ക് സഫറിങ്സ് ഇല്ലാത്തൊരു സ്റ്റേജ് ആണ് മോക്ഷ. സോ പുരുഷാർത്ഥാസ് നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ ഗോൾസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ നാല് ഗോൾസിനെ കുറിച്ചാണ് പുരുഷാർത്ഥാസ് പറയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ 4 ചോയ്സസ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ 4 വാല്യൂസില് പുരുഷാർത്ഥാസിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഭക്തിയാണ്. എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പുരുഷാർത്ഥാസ് പറയുന്നില്ല. ഏതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്? ആർത്ത, കാമ, ധർമ്മ, മോക്ഷ. ഓക്കെ, which of the following is arranged in order of increasing denotation? ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം ബയോളജിക്കൽ ടേംസ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ജനറൽ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ടേമിന് വരുന്ന മൾട്ടിപ്പിൾ മീനിങ്സിനെയാണ് നമ്മൾ ഡിനോട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലേ ഉള്ളൂ. ഇവിടെ കുറെ നെയിംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഗ്രൂപ്പിന്റെ സൈസിന്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൗ, ബൊവൈൻ, മാമൽ, വെർട്ടിബ്രേറ്റ്, ആനിമൽ. ഓക്കെ, നിങ്ങൾ മാമൽ കേട്ടിട്ടുണ്ട്, കൗ കേട്ടിട്ടുണ്ട്, വെർട്ടിബ്രേറ്റ് കേട്ടിട്ടുണ്ട്, ആനിമൽ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും സൈസ് കൂടുന്നതനുസരിച്ച് ക്ലാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻക്രീസിങ് ഡിനോട്ടേഷൻ ആണ് പറയുന്നത്. ഒരു 5 ക്ലാസ്സസ് തന്നിട്ടുണ്ട്. ഈ 5 ക്ലാസ്സിൽ ഇൻക്രീസിങ് ഓർഡറിൽ
അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുതിയൊരു പാറ്റേൺ ആയിരുന്നു UGCയുടെ. സ്റ്റേറ്റ്മെന്റ് 2 ആണോ? അത് ഇൻക്രീസിങ് ഓർഡർ ആണോ? മാമൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് പ്രസവിക്കുന്ന ആനിമൽസ് ഉൾപ്പെടുന്നതാണ് മാമൽസ്. വെർട്ടിബ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നട്ടലുള്ള എന്താണ് ബയോളജിക്കൽ ഗ്രൂപ്പാണ് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. ബൊവൈൻ എന്താണ്? ഓക്കെ, ഞാനിതിന്റെ വേർഡ് മീനിങ്സ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത് നട്ടിലുള്ള ജീവികളെയാണ് പറയുന്നത്. ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ വലിയൊരു ക്ലാസ് ആണ്. വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത് നട്ടിലുള്ള ജീവികളെ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പാണ് വെർട്ടിബ്രേറ്റ്. ആനിമൽ എന്ന് പറയുന്നത് ഹോൾ ആനിമൽസിനെ ഉൾപ്പെടുത്തുന്നതാണ്. മാമൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസവിക്കുന്ന എല്ലാ ആനിമൽസും വരുന്നത് മാമൽസിലാണ്. ബൊവൈൻ എന്ന് പറയുന്നത് കന്നുകാലികൾ മാത്രം ഉൾപ്പെടുന്നതാണ്. ആൻഡ് കൗ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മൃഗത്തിനെ കുറിച്ച് മാത്രം, ഒരു കൗ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആനിമൽസിനെ കുറിച്ച് മാത്രം പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ആണ്. ഇൻക്രീസിങ് ഡിനോട്ടേഷനിൽ ആലോചിക്കുക. അതായത് ഏറ്റവും ലാസ്റ്റ് വരേണ്ടത് ഏറ്റവും ഹയസ്റ്റ് ക്ലാസ് ആയിരിക്കണം. ഓക്കെ, അതെ, സ്റ്റേറ്റ്മെന്റ് 1 ആണ്. കാരണം നമ്മൾക്ക് 2ലും 3ലും 4ലും ലാസ്റ്റ് വന്നിരിക്കുന്ന ക്ലാസ് ഏതാണ്? കൗ ആണ്. അതായത് ഉള്ളതിൽ തന്നെ നമുക്ക് ഉള്ള 5 ക്ലാസ്സുകൾ ഏറ്റവും ചെറിയ ക്ലാസ് ആണ് കൗ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ കൗ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ആനിമലിൽ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഉള്ളതിൽ ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് ആനിമൽ ആണ്. അപ്പൊ അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മളുടെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമുക്കറിയാം എന്താണ്, നമ്മൾ ഗുരുകുലത്തിലൊക്കെയാണ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ലോജിക്കില് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നടത്തുന്ന സെറിമണീസിന്റെ പേരെന്താണ്? നമ്മൾ ഡിഗ്രി കഴിയുമ്പോഴത്തേനും എന്താണ്, നമ്മളൊരു ഡിഗ്രി ഹോൾഡർ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നമ്മൾ +2 കഴിയുമ്പോഴത്തേനും നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷൻ കിടക്കുന്നു. സോ അതുപോലെ ആൻഷ്യന്റ് ഇന്ത്യയില് നമ്മളുടെ വേദാസ് പഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ഫേസിനെ കുറിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമവർദ്ധ, വാസു, രുദ്ര ആൻഡ് ആദിത്യ എന്ന് പറയുന്ന 4 എഡ്യൂക്കേഷണൽ ഫേസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേജസ് എന്താണ്, ഏത് ഫേസിലാണ് അവര് ഈ ഒരു 4 ടേംസിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സാമവർദ്ധന നോക്കാം. സാമവർദ്ധന എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള കോൺവൊക്കേഷണൽ സെറിമണിയിൽ അവരെ വിശേഷിപ്പിക്കുന്നതാണ് സാമവർദ്ധന. വാസു എന്ന് പറയുന്നത് നമുക്കറിയാം വേദാസ് 4 വേദാസ് ഉണ്ട്. ഈ 4 വേദാസിൽ ഏതെങ്കിലും 2 വേദാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24 ഇയേഴ്സ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെന്ന് അറിയപ്പെടുന്നു? വാസു എന്ന് അറിയപ്പെടുന്നു. അതിന്റെ രുദ്രാസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഏതെങ്കിലും 3 വേദാസ് കംപ്ലീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 36 ഇയേഴ്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ രുദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ആദിത്യ ഈസ് ദ ഫൈനൽ, അതായത് 4 വേദാസും കംപ്ലീറ്റ് ചെയ്തു 48 അല്ലെങ്കിൽ 48 ഇയേഴ്സ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനെയാണ് നമ്മൾ ആദിത്യാസ് എന്ന് പറയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, സാമവർദ്ധന എന്ന് പറയുന്നത് ദ ഫൈനൽ സ്റ്റേജ് കോൺവൊക്കേഷണൽ സെറിമണിയാണ്. ആൻഡ് വാസു, രുദ്ര, ആദിത്യ എന്ന ഈ ഒരു സ്റ്റേജിലാണ്. വാസു എന്ന് പറയുമ്പോൾ 2 വേദാസ് ഫോർ 24 ഇയേഴ്സ്, രുദ്രാസ് എന്ന് പറയുമ്പോൾ 3 വേദാസ് ഓർ 36 ഇയേഴ്സ്, ആൻഡ് ആദിത്യ എന്ന് പറയുമ്പോൾ 48 ഇയേഴ്സ് ഓർ 4 വേദാസ്. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 3. ഓക്കെ, 3 എന്താ പറയുന്നത്? A is for Samavardhana is convocation ceremony, and B is 3, 2 Vedas or 24 years, and C is 2, that is 3 Vedas or 36 years. Aditya is 4 Vedas or 48 years. നമ്മൾ വേദാസിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേദാസ് ഏതൊക്കെയാണുള്ളത്? 4 വേദാസ് ആണുള്ളത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ക്ലാസിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് വേദാസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒരുപാട് കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ ഒരു ചാർട്ടിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, വേദനെ നമ്മൾ
ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് അപരവിദ്യ ആൻഡ് പരവിദ്യ എന്നാണ്. അപരവിദ്യ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ തിങ്സിനെ കുറിച്ചിട്ടുള്ള വേദാസ് ആണ് അപരവിദ്യ. ഓക്കെ, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക്കിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് അപരവിദ്യയാണ്. ആൻഡ് പരവിദ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ. ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഇൻറ്റ്യൂഷൻ ബേസ് ചെയ്ത് വരുന്ന വേദാസ് ആണ് പരവിദ്യയിൽ വരുന്നത്. ഓക്കെ, പരവിദ്യയുടെ ക്ലാസിഫിക്കേഷൻസ് ഒന്നും നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം നോക്കുന്നത് അപരവിദ്യനെ കുറിച്ചാണ്. സോ അപരവിദ്യയിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സെക്യുലർ നോളജിനെ കുറിച്ച് വരുന്നുണ്ട്, സീക്രട്ട് നോളജിനെ കുറിച്ച് വരുന്നുണ്ട്. സെക്യുലർ എന്ന് പറഞ്ഞാൽ ദ നോളജ് അബൌട്ട് വേൾഡ്. ഓക്കെ, അതായത് ലോകത്തിനെ കുറിച്ചുള്ള നോളജിനെയാണ് സെക്യുലർ നോളജ് എന്ന് പറയുന്നത്. സീക്രട്ട് നോളജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ വേദാസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നോളജിനെയാണ് സീക്രട്ട് നോളജ് എന്ന് പറയുന്നത്. സീക്രട്ട് നോളജിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, ശ്രുതീസ് ആൻഡ് സ്മൃതീസ്. ശ്രുതീസ് എന്ന് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, കർമ്മകാണ്ഡ ആൻഡ് ജ്ഞാനകാണ്ഡ. അതുപോലെ സ്മൃതീസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഉപവേദാസ്, വേദങ്കാസ്, വേദ ഉപങ്കാസ് ആൻഡ് ധർമ്മശാസ്ത്രം. ഓക്കെ, അതായത് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ. ദെൻ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ശ്രുതീസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് കർമ്മകാണ്ഡ ആൻഡ് ജ്ഞാനകാണ്ഡ എന്ന് പറയുന്നത്. ആൻഡ് അതിനുള്ളിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കർമ്മകാണ്ഡയ്ക്കുള്ളിൽ ബ്രാഹ്മണാസ് ആൻഡ് സംഹിതാസ്. നിങ്ങൾ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ടാവും. പക്ഷെ മറ്റുള്ളവർ എനിക്കിത് എങ്ങനെയാണ് നറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനല്ലാതെ വേറെ വഴിയില്ല. സോ കർമ്മകാണ്ഡയ്ക്കുള്ളിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ബ്രാഹ്മണാസ് ആൻഡ് സംഹിതാസ്. ഓക്കെ, ബ്രാഹ്മണാസ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ റിച്വൽസിനെ കുറിച്ച് ഉള്ള കമൻട്രീസിനെയാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. സംഹിതാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മന്ത്രാസ് പറയാറുണ്ട്. ഓക്കെ, വേദാസിനുള്ളിൽ മന്ത്രാസിനെ കുറിച്ചും പ്രയേഴ്സിനെ കുറിച്ച് ബെനഡിക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെയാണ് സംഹിതാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാഹ്മണാസിൽ പറയുന്നത് റിച്വൽസിനെ കുറിച്ചുള്ള തന്നെ കമൻട്രീസിനെയാണ് ബ്രാഹ്മണാസിൽ പറയുന്നത്. അതിൽ ജ്ഞാനകാണ്ഡയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് ആരണ്യകാസ്, ഉപനിഷത്സ്. ഓക്കെ, ആരണ്യകാസ് എന്ന് പറയുന്നത് റിച്വൽസ്, പ്രോപ്പർ റിച്വൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഉപനിഷത്സ് എന്ന് പറയുന്നത് ഓരോന്നിനെ കുറിച്ചുള്ള, ഓരോ റിച്വലും എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ഉണ്ട്, അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നറേറ്റീവ്സ് ഉണ്ട്. അതിനെയാണ് ഉപനിഷത്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ജ്ഞാനകാണ്ഡ ആൻഡ് കർമ്മകാണ്ഡ എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ്? ശ്രുതീസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ വേദാസിന്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ് ജ്ഞാനകാണ്ഡ ആൻഡ് കർമ്മകാണ്ഡ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓരോ ഹെഡിന്റെ അണ്ടറിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, കർമ്മകാണ്ഡയിൽ ഏതൊക്കെയാണ് വരുന്നത്, ജ്ഞാനകാണ്ഡാസിൽ ഏതൊക്കെയാണ് വരുന്നത്. ഉപനിഷത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മേ ബി അതിന്റെ ക്ലാസിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ നമ്മൾ നോക്കുന്നത് ഉപവേദാസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്മൃതിയിൽ പറഞ്ഞ സ്മൃതി അനുസരിച്ച് ഒരു 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഉപവേദാസ്, വേദങ്കാസ്, വേദ ഉപങ്കാസ്, ധർമ്മശാസ്ത്ര. അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഉപവേദാസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോപ്പർ 4 വേദാസ് ഉണ്ട്. ഈ 4 വേദാസിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് നിൽക്കുന്ന വേദാസിനെയാണ് നമ്മൾ ഉപവേദാസ് എന്ന് പറയുന്നത്. അതിൽ ഓരോന്നിനും ഉപവേദാസ് ഉണ്ട്. ഋഗ്വേദയുടെ ഉപവേദയാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാമവേദ. സാമവേദ നമുക്കറിയാം, നമ്മളുടെ എന്താണ് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദയാണ് സാമവേദ എന്ന് പറയുന്നത്. സോ സാമവേദയുടെ ഉപവേദ എന്ന് പറയുന്നത്, സാമവേദയുടെ ഉപവേദ എന്ന് പറയുന്നത് ഗന്ധർവ വേദയാണ്. യജുർവേദയുടെ ഉപവേദ എന്ന് പറയുന്നത് ധനുർവേദയാണ്. അഥർവവേദയുടെ ആർത്തശാസ്ത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ വേദാസിനും ഉപവേദാസ് ഉണ്ട്. ഋഗ്വേദയുടേത് ആയുർവേദ എന്നാണ് പറയുന്നത്. ഉപവേദാസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഓരോ വേദാസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒരു സബ് ഡിവിഷൻ ആയിട്ട് നിൽക്കുന്ന, അതിന്റെ ഉള്ളിൽ പെടുന്ന വേദാസിനെയാണ് നമ്മൾ ഉപവേദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഋഗ്വേദ ആയുർവേദയാണ് അതിന്റെ ഉപവേദ എന്ന് പറയുന്നത്. സാമവേദ ഗന്ധർവവേദയാണ്
യജുർവേദ ധനുർവേദയാണ് അതിന്റെ ഉപവേദ. അതിന്റെ അഥർവവേദയുടെ ഉപവേദ എന്ന് പറയുന്നത് ആർത്തശാസ്ത്രമാണ്. പിന്നെ എന്താണ് വേദങ്കാസ്? വേദങ്കാസ് പറയുന്നത് നമുക്ക് വേദാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വേദാസനം മനസ്സിലാക്കേണ്ടത്. കാരണം വേദാസനെ കുറിച്ചിട്ടുള്ള മിത്ത് എന്ന് പറയുന്നത് വേദാസ് ഗോഡ് എന്നാണ്. അതായത് ഓൾമോസ്റ്റ് അത് സംസ്കൃത ലാംഗ്വേജിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ ഗൈഡ് ലൈൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് വേദങ്കാസ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ശിക്ഷ. ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ വേദാസിന് എങ്ങനെ പ്രൊനൗൺസിയേഷൻ അതിന്റെ ഫോണറ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ് ശിക്ഷ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കൽപ്പ. കൽപ്പ പറയുന്നത് നമ്മളുടെ വേദാസിന്റെ റിച്വൽസ് പറയുന്നുണ്ട്. അതായത് അത് പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും ബേസ് ചെയ്ത് ഓരോ റിച്വൽസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് കൽപ്പ എന്ന് പറയുന്നത്. ഓക്കെ, കൽപ്പ ഈസ് ബേസിക്കലി കോൾഡ് ബൈ ആം ഓഫ് വേദപുരുഷ. അതായത് വേദപുരുഷ എന്ന് പറയുന്നത് വേദ തന്നെയാണ്. വേദപുരുഷ എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ പേഴ്സൺ ആണ്. ആ ഒരു പേഴ്സന്റെ ആംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേദങ്ങളുടെ കൈകൾ എന്ന് പറയപ്പെടുന്നത് കൽപ്പാസിനെയാണ്. ബിക്കോസ് കൽപ്പ ഈസ് അബൌട്ട് റിച്വൽസ്. നമ്മൾ ഫിസിക്കലി അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് ആണ് കൽപ്പ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വേദപുരുഷയുടെ ആംസ് എന്ന് അറിയപ്പെടുന്നത് കൽപ്പയാണ്. ദെൻ തേർഡ് വേദങ്കാസ് ആണ് വ്യാകരണ. വ്യാകരണം നമുക്കറിയാം നമ്മളുടെ വേദാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാമറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വ്യാകരണം. അതുകൊണ്ട് തന്നെ വേദപുരുഷയുടെ മൗത്ത് എന്നാണ് വ്യാകരണം അറിയപ്പെടുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് നിരുക്ത. നിരുക്ത എന്ന് പറയുന്നത് എറ്റിമോളജി എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ എ പർട്ടിക്കുലർ വേർഡ് ഹാസ് യൂസ്ഡ്. അതായത് ഒരു വേദയിൽ എന്തുകൊണ്ടാണ് ഓരോ വേർഡ്സും യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് എന്തുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ അതാണ് നിരുക്ത എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് മീനിങ് ഓഫ് യൂസേജിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഇയേഴ്സ് ഓഫ് വേദപുരുഷ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത് വൺ ഈസ് ചണ്ടാസ്. ചണ്ടാസ് എന്ന് പറയുന്നത് ഷീറ്റ് ഓഫ് വേദപുരുഷ, അതായത് വേദപുരുഷയുടെ പാദങ്ങൾ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് പ്രോപ്പർ റീഡിങ് ആൻഡ് റെസ്പെക്ടിങ് ഓഫ് വേദിക് ടെക്സ്റ്റ്. പാഠം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ്. വേദപാരായണങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ സൗണ്ട് മോഡുലേഷൻസ് ഉണ്ട്. ഓക്കെ, ആ സൗണ്ട് മോഡുലേഷനെ കുറിച്ച് പറയുന്നതാണ് ചണ്ടാസ്. അതിന് മീറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിന്റെ പ്രൊനൗൺസിയേഷന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു മോഡുലേഷൻ, അതിനെ കുറിച്ചാണ് ചണ്ടാസ് പറയുന്നത്. ആൻഡ് ജ്യോതിഷ എന്ന് പറയുന്നത് ഒരു ഉപവേദങ്കാസ് ആണ്. അത് ആസ്ട്രോണമിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഐ ഓഫ് വേദപുരുഷ. അതായത് ഓരോ വേദത്തിലും ഒരു ഇന്റേണൽ മീനിങ് ഉണ്ട്. ആ ഇന്റേണൽ മീനിങ് ജ്യോതിഷ പ്രതിയുടെ ലാസ്റ്റ് ആണ് പറയുന്നത് ധർമ്മശാസ്ത്രം. ഓക്കെ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ധർമ്മശാസ്ത്രയാണ്. ധർമ്മശാസ്ത്രം മനുസ്മൃതിയുടെ 18 ധർമ്മശാസ്ത്രാസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒന്ന് നോക്കി വെക്കുക. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇന്ത്യൻ ലോജിക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് വേദാസ് എന്ന് പറയുന്നത്. വേദാസിന്റെ എല്ലാ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പുതിയ ഏരിയാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്ക് വേറെ ഏരിയാസ് നോക്കാം. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്, വേദ ഉപങ്കാസ്. ഓക്കെ, വേദ ഉപങ്കാസിൽ വരുന്ന 6 ക്ലാസിഫിക്കേഷൻ ഇത് നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യനിൽ കൂടെ നോക്കുന്നതാണ്. എങ്കിലും ഞാൻ ഇവിടെ കൂടെ പറയാം. വേദ ഉപങ്കാസിന് നമ്മൾ ഓർത്തഡോക്സ് എന്ന് പറയാറുണ്ട്. വേദത്തില് നമ്മുടെ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ലോജിക്കില് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫീസില് കുറെ വേദാസ് അല്ലെങ്കിൽ കുറെ ഫിലോസഫീസ് ഗോഡ്, അതായത് ദൈവം ഈ ലോകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ഫിലോസഫീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഗോഡിൽ വിശ്വസിക്കാത്ത കുറെ ഫിലോസഫീസ് ഉണ്ട്. ഓർത്തഡോക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേദ ഉപങ്കാസ് എന്ന് പറയുന്നത് അത് ഗോഡിന്റെ പ്രസൻസിൽ വിശ്വസിക്കുന്ന കുറച്ച് വേദാസ് ആണ്. ഓക്കെ, കുറച്ച് ഫിലോസഫിക്കൽ തോട്ട്സ് ആണ്. സോ 6 എണ്ണമാണ് വരുന്നത്. അതിന് ഓർത്തഡോക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. 6 എണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യായ സ്കൂൾ ഓഫ് തോട്ട്സ്, വൈശേഷിക ആൻഡ് സമഖ്യ, യോഗ, മീമാംസ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വേദാന്ത.
ന്യായ എന്ന് പറയുന്നത് ന്യായ ഫിലോസഫീസ് നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലോജിക്കൽ റീസണിങ് ആണ് ന്യായയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വൈശേഷിക എന്ന് പറയുന്നത് എക്സ്പ്ലോസ് ദ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, അതായത് നമ്മൾ മെറ്റാഫിസിക്സ് പോലുള്ള കാര്യങ്ങൾ, എന്താണ് മോളിക്കുലാർ തിയറീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ആറ്റംസ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വൈശേഷികയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് സമഖ്യയില് പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക്കൽ ആൻഡ് atheistic approach to understanding the universe. ഓക്കെ. ആൻഡ് യോഗയിൽ പറയുന്നത് അറിയാം, നമ്മൾക്ക് സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആൻഡ് മെഡിറ്റേഷൻസ്, സ്പിരിച്വൽ ഇൻസൈറ്റിനെ കുറിച്ചാണ് യോഗയിൽ പറയുന്നത്. മിമംസയിൽ പറയുന്നത് വേദയുടെ ഇന്റർപ്രിട്ടേഷൻസിനെ കുറിച്ചാണ് മിമംസ ഫിലോസഫിയിൽ പറയുന്നത്. ആൻഡ് വേദാന്ത ഗോൾ ഓഫ് വേദാസിനെ കുറിച്ച് പറയുന്നു. ഓരോ വേദാസിന്റെയും ഗോൾസ് എന്താണെന്ന് പറയുന്നതാണ് വേദാന്ത.